Hi, hello, my dear students. We are starting a new chapter, Geography, Chapter 4, Consumer Rights and Protection. അപ്പോൾ നമ്മളൊരു പുതിയ ചാപ്റ്റർ തുടങ്ങിയാണ്. കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പം ഞാൻ പറയുന്നത് പോലെ ഈ ടൈറ്റിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം നമുക്ക് ഈ ടൈറ്റിൽ ഒന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ വേർഡ് കൺസ്യൂമർ. അപ്പം നമ്മൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ഭാഗത്ത് പഠിക്കുന്നത് ഹു ഈസ് എ കൺസ്യൂമർ, വാട്ട് ഈസ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ, ദെൻ കാർഡിനൽ തിയറി, ദെൻ യൂട്ടിലിറ്റി, ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി. ഇങ്ങനെ കൺസ്യൂമർ എന്ന ആ ഒരു കാര്യമാണ് കൺസ്യൂമർ ആരാണ്, എന്താണ് കൺസ്യൂമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, കൺസ്യൂമർ ചീറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്, എന്താണ് ഈ ടോട്ടൽ യൂട്ടിലിറ്റി, കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ, അതിനെന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ. ഇങ്ങനെ കൺസ്യൂമറിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. ഓക്കെ, സെക്കൻഡ് പാർട്ടിൽ നമ്മൾ എന്ത് പഠിക്കുന്നു, കൺസ്യൂമറിൻ്റെ റൈറ്റ്സ് എന്തൊക്കെയാണ്. കൺസ്യൂമർ കുറേ റൈറ്റ്സ് കൺസ്യൂമറിനുണ്ട്. അപ്പോൾ ആ റൈറ്റ്സ് എല്ലാം നമ്മൾ പരിചയപ്പെടും. അതുപോലെ തന്നെ കൺസ്യൂമർ റൈറ്റ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ലോസ് ഏതൊക്കെയാണ്, കൺസ്യൂമറിൻ്റെ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മുടെ പാർലമെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്ന ലോസ് ഏതൊക്കെയാണ്. അപ്പോൾ ഇതെല്ലാം ചേർന്നാണ്. അതുപോലെ തന്നെ അവസാന ഭാഗത്ത് നമ്മൾ കൺസ്യൂമർ എഡ്യൂക്കേഷനെ പറ്റിയും പഠിക്കുന്നുണ്ട്. കൺസ്യൂമർ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്. അങ്ങനെ എല്ലാം ചേർന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഈ ഫോർത്ത് ചാപ്റ്റർ, കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ. ഓക്കെ, അതിൻ്റെ പാർട്ട് 1 ആണ് നമ്മളിപ്പോൾ എടുക്കുന്ന ക്ലാസ്. പാർട്ട് 1, 2, 3, 4 അത്രയും ക്ലാസ്സുകൾ വേണ്ടി വരും നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ 1 by 1 ആയിട്ട് ക്ലാസ്സുകളൊക്കെ ഉണ്ടാകും. ഞാൻ സൂചിപ്പിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഓരോ ക്ലാസ്സിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ടീച്ചർ എഴുതുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും വായിച്ചു നോക്കണം. ഡിസ്ക്രിപ്ഷനകത്ത് അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ കീവേഡ്സും ഒക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ നിങ്ങൾക്ക് നല്ലൊരു അറിവ് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കൺസ്യൂമർ, ആ ഒരു ഫസ്റ്റ് പാർട്ട് നമ്മളിന്ന് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ കൺസ്യൂമർ ആരാണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് പഠിക്കാം. ഓക്കെ, ഹു ഈസ് എ കൺസ്യൂമർ. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതാണ്. അതിനു മുമ്പ് ഞാനൊന്ന് പറയട്ടെ, നമ്മൾ ഈ കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ കാണുന്ന ഒരു വാക്കാണ് മാർക്കറ്റ്. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മാർക്കറ്റ്. വാട്ട്സ് എ മാർക്കറ്റ്? എന്താണ് ഈ മാർക്കറ്റ്? എ മാർക്കറ്റ് ഈസ് എ പ്ലേസ് വെയർ സെല്ലേഴ്സ് ആൻഡ് ബയേഴ്സ് എസ്റ്റാബ്ലിഷ് എ ക്ലോസ് ലിങ്ക്. ഒരു മാർക്കറ്റിൽ 2 ഗ്രൂപ്പാണുള്ളത്, ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. സോ എ മാർക്കറ്റ് ഈസ് എ പ്ലേസ് വെയർ സെല്ലേഴ്സ് ആൻഡ് ബയേഴ്സ്, these 2 groups establish a close link. Buyers buy things, sellers sell things. Okay, so there is a close link between these buyers and sellers in a market. Okay, then next question, who is a consumer? ആരാണ് കൺസ്യൂമർ? ഞാനും നിങ്ങൾ ഓരോരുത്തരും കൺസ്യൂമേഴ്സാണ്. അപ്പം നമ്മുടെ ഒരു ഡെഫിനിഷൻ എന്താണ്? എ കൺസ്യൂമർ ഈസ് someone who buy and use goods and services for a price or under an agreement to pay buy them for a price. A consumer is a human being or someone who buys and use goods and services for a price. അതാണ് പ്രധാനപ്പെട്ടത്, for a price. അപ്പം നമ്മൾ പ്രൈസ് കൊടുക്കാതെ നമുക്ക് ഗിഫ്റ്റായിട്ട് അല്ലെങ്കിൽ സൗജന്യമായിട്ട് നമുക്ക് ഒരാളൊരു ഗുഡ്സ് തരുന്നു, അല്ലെങ്കിൽ നമുക്കൊരു സർവീസ് തരുന്നു. അങ്ങനെ നമ്മൾ സർവീസ് മേടിച്ചാൽ, അങ്ങനെ ഒരു ഗുഡ് മേടിച്ചാൽ നമ്മൾ ആരായി മാറുന്നില്ല? നമ്മളെ കൺസ്യൂമർ എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് കൺസ്യൂമർ എന്ന ആ ഒരു പദവി അല്ലെ, ആ ഒരു സ്റ്റാറ്റസ് കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെ സാധനങ്ങൾ വാങ്ങണം? എ കൺസ്യൂമർ ഈസ് someone who buy and use goods and services for a price. ഇനി പ്രൈസ് കൊടുക്കാൻ നമ്മുടെ ഇല്ലെങ്കിൽ നമുക്ക് ഓരോ ഓപ്ഷൻ കൂടിയുണ്ട്. എന്താണ്? ഓർ അണ്ടർ ആൻ എഗ്രിമെൻറ്റ് ടു ബൈ ദം ഫോർ എ പ്രൈസ്. പിന്നീട് കൊടുക്കാം എന്ന എഗ്രിമെൻറ്റിൽ, അണ്ടർ ആൻ എഗ്രിമെൻറ്റ്
ടു ബൈ ദം ഫോർ എ പ്രൈസ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി വായിക്കാം. എ കൺസ്യൂമർ ഈസ് സമൺ ഹു ബൈ ആൻഡ് യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ എ പ്രൈസ് ഓർ അണ്ടർ ആൻ എഗ്രിമെൻറ്റ് ടു ബൈ ദം ഫോർ എ പ്രൈസ്. ഓക്കെ, അപ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? പണം കൊടുത്തോ പണം കൊടുക്കാമെന്ന എഗ്രിമെൻറ്റിലോ സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്ന ആളെയാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. പണം കൊടുത്തോ പണം കൊടുക്കാം എന്ന എഗ്രിമെൻറ്റിലോ സാധനങ്ങളും സേവനങ്ങളും വാങ്ങി ഉപയോഗിക്കുന്ന ആളാണ് കൺസ്യൂമർ. ഓക്കെ, അപ്പോൾ കൺസ്യൂമർ ആരാണെന്ന് നമുക്ക് മനസ്സിലായി. കാശ് കൊടുത്ത് സാധനം വാങ്ങുന്ന, അല്ലെ കാശ് പിന്നീട് കൊടുക്കാം എന്ന എഗ്രിമെൻറ്റിൽ സാധനങ്ങൾ വാങ്ങുന്ന ഉപയോഗിക്കുന്ന ആളെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ വേരിയസ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് കൺസംഷൻ? നമ്മൾ സാധനങ്ങൾ കൺസ്യൂം ചെയ്യണമെങ്കിൽ അതിന് കുറേ ഫാക്ടേഴ്സ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഫാക്ടേഴ്സ്? പ്രൈസ്. നമ്മളൊരു സാധനം വാങ്ങുന്നത് ആദ്യം നമ്മൾ നോക്കുന്നത് ആ പാക്കറ്റിൽ അതിൻ്റെ വിലയാണ് നോക്കുന്നത്, പ്രൈസ്. സെക്കൻഡ്, ക്വാളിറ്റി. നമ്മൾ രണ്ടാമത് നോക്കും ഏത് കമ്പനിയുടെയാണ്, ഇത് ക്വാളിറ്റി ഉള്ളതാണോ. ഏത് സാധനം വാങ്ങിയാലും നമ്മൾ ക്വാളിറ്റി ചെക്ക് ചെയ്യും. ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങത്തുള്ളൂ. ഇവിടെ ഗുഡ്സ് എന്ന് പറയുന്നത് പ്രോഡക്റ്റാണ് കേട്ടോ. ഗുഡ്സ് എന്ന് നമ്മളിവിടെ ഉപയോഗിക്കുന്ന വാക്ക് പ്രോഡക്റ്റ് എന്നാണ് ഉദ്ദേശിക്കുക. അപ്പം ഒരു കാര്യം കൂടെ പറയാം, പ്രോഡക്റ്റുകൾ മാത്രമല്ല നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്നത്. ഗുഡ്സ് വാങ്ങുന്നത് പോലെ തന്നെ നമ്മൾ സർവീസും പണം കൊടുത്ത് വാങ്ങും. എന്തൊക്കെ സർവീസാണ് നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്നത്? ഇപ്പം നമ്മളൊരു ഡെന്റിസ്റ്റിനെ കാണാൻ പോകുന്നു. ഡെന്റിസ്റ്റ് നമുക്കൊരു സർവീസ് തരുന്നു. അതിൻ്റെ പ്രതിഫലമായിട്ട് നമ്മൾ അദ്ദേഹത്തിന് എന്ത് കൊടുക്കുന്നു? നമ്മൾ അദ്ദേഹത്തിൻ്റെ ഫീസ് കൊടുക്കുന്നു. ഓക്കെ, അങ്ങനെ ഫീസ് കൊടുത്ത് നമ്മൾ എന്തൊക്കെ സർവീസ് വാങ്ങുന്നുണ്ടോ അതെല്ലാം ഇതിൻ്റെ അണ്ടറിൽ വരും. അങ്ങനെ സർവീസ് വാങ്ങുന്നവരും ആരാണ്? കൺസ്യൂമറാണ്. അപ്പോൾ നമ്മൾ ക്വാളിറ്റി നോക്കും. നെക്സ്റ്റ്, ഡ്യൂറബിലിറ്റി. അതായത് എത്ര കാലം ഇത് ഉപയോഗിക്കാൻ പറ്റും. ഡ്യൂറബിലിറ്റി, ലോങ് ഡ്യൂറബിലിറ്റി ഉള്ള സാധനങ്ങളും ഉണ്ട്, ഷോർട്ട് ഡ്യൂറബിലിറ്റി ഉള്ള സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ലോങ് ഡ്യൂറബിലിറ്റി ആണെങ്കിൽ നമുക്ക് കൂടുതൽ സന്തോഷമാണ്, നമ്മൾ കൂടുതൽ ആ സാധനം വാങ്ങും. ഇനി ചില സാധനങ്ങളൊക്കെ ഷോർട്ട് ഡ്യൂറബിലിറ്റിയേ ഉള്ളൂ, പക്ഷേ എന്നാലും നമ്മളത് വാങ്ങും. എങ്കിലും നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ ഡ്യൂറബിലിറ്റി ചെക്ക് ചെയ്യും, അല്ലേ? ദെൻ സേഫ്റ്റി. ഇപ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വെഹിക്കിൾസൊക്കെ ആണെങ്കിൽ നമ്മൾ ഏത് നോക്കും? സേഫ്റ്റി. ഒരു വെഹിക്കിൾ വാങ്ങുമ്പോൾ നമ്മൾ എന്താ നോക്കുന്നത്? ഒരു അപകടം ഉണ്ടായാൽ എയർ ബാഗൊക്കെ ഉണ്ടോ, അത് നമുക്ക് സേഫ് ആണോ? അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക് സാധനം വാങ്ങുമ്പോൾ നമ്മൾ എന്ത് നോക്കും? അത് സേഫ് ആണോ എന്ന് നമ്മൾ നോക്കും. അപ്പോൾ സേഫ്റ്റി, പ്രൈസ്, ക്വാളിറ്റി, ഡ്യൂറബിലിറ്റി, സേഫ്റ്റി, all these are the various factors that influence consumption. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ, ഇതൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ, പ്രൈസ്, ക്വാളിറ്റി, ഡ്യൂറബിലിറ്റി, സേഫ്റ്റി, ഇതൊക്കെ പോസിറ്റീവ് ആണെങ്കിൽ കൺസംഷൻ കൂടും. ഇതൊക്കെ നെഗറ്റീവ് ആണെങ്കിലോ കൺസംഷൻ കുറയും. ഓക്കെ, ദീസ് ആർ ദ ഫാക്ടേഴ്സ് ബിഹൈൻഡ് വിച്ച് ഇൻഫ്ലുവൻസ് കൺസംഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ്, വാട്ട് ഈസ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ? എല്ലാ കൺസ്യൂമേഴ്സിനും വേണ്ട ഒന്നാണ് സാറ്റിസ്ഫാക്ഷൻ. അവനൊരു ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൈസ് കൊടുത്ത് ബൈ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എന്ത് ഉണ്ടാകണം? സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകണം, സംതൃപ്തി ഉണ്ടാകണം. വാട്ട് ഈസ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ? ദ കൺസ്യൂമർ ഗെറ്റ്സ് സാറ്റിസ്ഫാക്ഷൻ ഫ്രം യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. എപ്പോഴാണ് ഒരു കൺസ്യൂമറിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുക? കൺസ്യൂമർ ഗെറ്റ് സാറ്റിസ്ഫാക്ഷൻ ഫ്രം യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അല്ലേ? ആ സർവീസ് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് അത് യൂസ് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നത്. വാങ്ങി എന്നതുകൊണ്ട് മാത്രം ഒരാൾക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നില്ല. വാങ്ങിയ സാധനം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഈ കൺസ്യൂമറിന് എന്ത് കിട്ടുന്നു? സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. ദ കൺസ്യൂമർ ഗെറ്റ് സാറ്റിസ്ഫാക്ഷൻ ഫ്രം യൂസിങ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഓൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ഇപ്പോൾ ഒരു രാജ്യത്ത് നടക്കുന്ന, ഒരു സ്റ്റേറ്റിൽ നടക്കുന്ന എല്ലാ ഇക്കണോമിക് ആക്ടിവിറ്റീസും, പ്രൊഡക്ഷൻ, കൺസംഷൻ, ബൈയിങ്, സെല്ലിങ്, ഓൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ്, അതിൻ്റെ എല്ലാം ഒബ്ജക്റ്റീവ്, ഗോൾ, എയിം എന്താണ്? കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു വ്യക്തി അവൻ്റെ മനസ്സിൽ എന്താ വിചാരിക്കുന്നത്? എൻ്റെ പ്രോഡക്റ്റ് വാങ്ങുന്ന ആൾക്ക്
ആ കൺസ്യൂമറിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടണം. അപ്പോൾ അവരതിനു വേണ്ടി തൻ്റെ പ്രോഡക്റ്റ് നല്ല പ്രൈസിൽ, നല്ല ക്വാളിറ്റിയിൽ, നല്ല ഡ്യൂറബിലിറ്റിയിൽ, നല്ല സേഫ്റ്റിയിൽ കൊടുക്കാൻ നോക്കും. അപ്പോൾ എല്ലാ ഇക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെയും മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. സോ what is consumer satisfaction? Consumer gets satisfaction by using the goods and services. Consumer satisfaction is the main objective of all economic activities. ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. പ്രൊഡക്ഷൻ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, കൺസംഷൻ ഉണ്ട്, അതുപോലെ ബൈയിങ്, സെല്ലിംഗ്, ഓൾ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഒബ്ജക്റ്റീവ് ഈസ് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഒരു കമ്പനി ആണെങ്കിലും, ഒരു ഫാക്ടറി ആണെങ്കിലും, ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിലും, എന്ത് കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്താലും നമ്മളൊരു കൺസ്യൂമറിനെ നമ്മുടെ മനസ്സിൽ കാണുന്നുണ്ട്. അല്ല, ഇനി നമ്മൾ കൊടുക്കുന്ന ഒരു സർവീസ് ആണെന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ സർവീസ് വാങ്ങാൻ പൈസയുമായി വരുന്ന ആ കൺസ്യൂമേഴ്സിന് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കൊടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം, അല്ലേ? അപ്പോൾ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷനാണ് എല്ലാ ഇക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെയും മെയിൻ ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ്, നമ്മളൊരു പുതിയ വാക്ക് പഠിക്കാൻ പോവുകയാണ്. ഈ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷനെ പറ്റി സംസാരിക്കുമ്പം നമുക്ക് ഒരു എക്കണോമിക്സിനെ നമുക്ക് പരിചയപ്പെടണം. ആൽഫ്രഡ് മാർഷൽ വാസ് ദ ഫസ്റ്റ് ഇക്കണോമിസ്റ്റ് ടു തിങ്ക് ആൻഡ് അറ്റംപ്റ്റ് ടു സച്ച് ക്വാണ്ടിഫിക്കേഷൻ. ഈ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? എല്ലാ കാര്യങ്ങളും നമ്മൾ മെഷർ ചെയ്യാറുണ്ട്, അല്ലേ? ലെങ്ത് മെഷർ ചെയ്യും, വെയിറ്റ് മെഷർ ചെയ്യും, നമ്മൾ പിന്നെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് മെഷർ ചെയ്ത് അത്, അല്ലെങ്കിൽ നമ്മുടെ ടെമ്പറേച്ചർ, നമ്മൾ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എല്ലാം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? അതാണ് നെക്സ്റ്റ് പ്രോബ്ലം. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? വി നോ ദാറ്റ് consumer satisfaction is the main objective of all economic activities, but satisfaction is difficult to measure mathematically because it is subjective and depend on each person's mental state. അതായത് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷനെ മെഷർ ചെയ്യുക മാത്തമാറ്റിക്കലി എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്തമാറ്റിക്സിൽ ഉപയോഗിക്കുന്ന അക്കങ്ങൾ ഉപയോഗിച്ച് നമുക്കൊരു ആളുടെ, ഒരു കൺസ്യൂമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അതിനെ ക്വാണ്ടിഫിക്കേഷൻ നടത്തുന്നത് ബുദ്ധിമുട്ടാണ്. ക്വാണ്ടിറ്റി, അതിൻ്റെ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എത്രമാത്രം ക്വാണ്ടിറ്റി ഉണ്ട്, അത് എത്ര കിലോയുണ്ട്, അത് എത്ര ലെങ്തിലുണ്ട്, ഇങ്ങനെ നമുക്ക് ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക, കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് സബ്ജക്റ്റീവ്. It varies, the satisfaction varies according to person's mental state. അതായത് ഇപ്പം ഞാൻ വളരെ സന്തോഷത്തിലിരിക്കുന്ന ഒരു സമയത്ത് ടീച്ചർ ഒരു സാധനം വാങ്ങി, പ്രൈസ് കൊടുത്ത് വാങ്ങി. അപ്പം എനിക്ക് എൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് അനുസരിച്ച് നല്ല സന്തോഷമായിരുന്നു. അതുകൊണ്ട് പ്രൈസ് ഇച്ചിരി കൂടുതലാണെങ്കിലും ഞാനത് വാങ്ങാൻ തയ്യാറായി. ആ സാധനം ഞാൻ യൂസ് ചെയ്തു, എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടി, ഹൈ സാറ്റിസ്ഫാക്ഷൻ കിട്ടി. പക്ഷേ എൻ്റെ മെൻ്റൽ സ്റ്റേജ് കുറച്ച് ഡിപ്രഷനിലിരിക്കുന്ന ഒരു സമയത്ത് ടീച്ചർ വലിയൊരു വില കൊടുത്ത് ഒരു സാധനം വാങ്ങി, ഞാനത് യൂസ് ചെയ്തു. പക്ഷേ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നിടത്തോളം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. എന്തുകൊണ്ടാണ്? എൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡിപ്രഷൻ ആയിരുന്നതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഞാനിങ്ങനെ ചിന്തിക്കും. എന്താണ് ഞാൻ ചിന്തിക്കുക? ഇത്രയും വില കൊടുത്ത് ഈ സാധനം വാങ്ങേണ്ട കാര്യമില്ലായിരുന്നു, ഈ വിലയ്ക്കുള്ളത് ഈ സാധനം ഇല്ലായിരുന്നു എന്നെനിക്ക് തോന്നാം. അതേസമയം എൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് കുറച്ച് ഹാപ്പി ആണെങ്കിൽ ഞാൻ എങ്ങനെ ചിന്തിക്കാം? ഇത്രയും വില കൊടുത്താലും സാരമില്ല, എനിക്ക് സാധനം വാങ്ങാൻ കിട്ടിയല്ലോ, അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാവും. അപ്പോൾ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് സബ്ജക്റ്റീവാണ്, അത് ഒബ്ജക്റ്റീവ് അല്ല. അതിന് നമുക്ക് ഈ പറയുന്നത് പോലെ ലെങ്ത് അളക്കുന്നത് പോലെയോ, വെയിറ്റ് അളക്കുന്നത് പോലെയോ, അറ്റ്മോസ്ഫിയറിക് പ്രഷർ അളക്കുന്നത് പോലെയോ, ടെമ്പറേച്ചർ അളക്കുന്നത് പോലെയോ കറക്റ്റായിട്ട് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇറ്റ് ഈസ് സബ്ജക്റ്റീവ്. ഇറ്റ് ഈസ് വേരി അക്കോർഡിംഗ് ടു പേഴ്സൺ, ഇറ്റ് വേരീസ് അക്കോർഡിംഗ് ടു മെൻ്റൽ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഇത് യൂട്ടിലിറ്റി അനുസരിച്ച് അളക്കാൻ പറ്റും എന്ന് കണ്ടുപിടിച്ച എക്കണോമിസ്റ്റാണ് ആൽഫ്രഡ് മാർഷൽ. പേജ് നമ്പർ 84.
പേജ് നമ്പർ 84 എടുത്ത് ആൽഫ്രഡ് മാർഷലെ കാണുക. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷനെ മെഷർ ചെയ്യാനായിട്ട് മെത്തേഡ് ഉണ്ടോ എന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്ത ആളാണ് ആൽഫ്രഡ് മാർഷൽ. അദ്ദേഹം അതിനുവേണ്ടി കണ്ടുപിടിച്ച ഒരു സംഭവമാണ് യൂട്ടിലിറ്റി. വാട്ട് ഈസ് യൂട്ടിലിറ്റി? The satisfaction gained through consumption can be considered as the utility of goods and services. അദ്ദേഹം പറഞ്ഞു ഈ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആയതുകൊണ്ടും അത് പേഴ്സൺ ടു പേഴ്സൺ ചേഞ്ച് ആകുന്നതുകൊണ്ടും ഒരു പേഴ്സൻ്റെ തന്നെ മെൻ്റൽ സ്റ്റേറ്റ് അനുസരിച്ച് വേരി ചെയ്യുന്നതുകൊണ്ടും നമുക്കതിനെ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ യൂട്ടിലിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് നമുക്കതിനെ മെഷർ ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെഷർമെൻറ്റ് അദ്ദേഹം എന്തിലേക്ക് മാറ്റി? യൂട്ടിലിറ്റിയിലേക്ക് മാറ്റി. അതിൻ്റെ ഉപയോഗയോഗ്യത, ആ ഗുഡ്സിൻ്റെ ആ സർവീസിൻ്റെ ഉപയോഗയോഗ്യത വെച്ച് നമുക്കതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. എന്താണ്? ഒന്നുകൂടി വായിക്കാം. ദ സാറ്റിസ്ഫാക്ഷൻ ഗെയിൻ ത്രൂ കൺസംഷൻ ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദ യൂട്ടിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. യൂട്ടിലിറ്റി ഈസ് ദ വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് ദ കമ്മോഡിറ്റി. ഈ യൂട്ടിലിറ്റി വെച്ച്, ഒരു സാധനത്തിൻ്റെ യൂട്ടിലിറ്റി വെച്ച് നമുക്ക് കൺസ്യൂമറിൻ്റെ സാറ്റിസ്ഫാക്ഷനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ യൂട്ടിലിറ്റി എന്താണ്? വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. അതായത് ഹ്യൂമൻ ബീങ്സിന് അനേകം വാണ്ട്സ് ഉണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ വാണ്ട്സ്? നമുക്ക് ഫുഡ് വേണം, നമുക്ക് ക്ലോത്ത് വേണം, നമുക്ക് ഷെൽട്ടർ വേണം, വാട്ടർ വേണം, നമുക്ക് ഓർണമെൻറ്റ്സ് വേണം. അങ്ങനെ കുറേ നമുക്ക് തൗസൻഡ്സ് ആൻഡ് ലാക്സ് ഓഫ് വാണ്ട്സ്. അപ്പോൾ ഒരു ഗുഡ് നമ്മൾ വാങ്ങുമ്പോൾ, ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുമ്പോൾ നമ്മുടെ ആ ഒരു വാണ്ടിനെ, നമ്മുടെ ആ ആവശ്യത്തെ അത് എത്രമാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന ആ പവർ നോക്കിയിട്ടാണ് യൂട്ടിലിറ്റി കണ്ടുപിടിക്കുക. സോ യൂട്ടിലിറ്റി ഈസ് ദ വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഉപയോഗിക്കുന്ന ചപ്പൽ എടുക്കുക. നമ്മളൊരു ചപ്പൽ വാങ്ങി. അപ്പോൾ നമുക്ക് എന്തായിരുന്നു നമ്മുടെ മനസ്സിലെ വാണ്ട്? എനിക്ക് പോകുമ്പോൾ പെട്ടെന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ എളുപ്പത്തിൽ ഇടാൻ പറ്റണം, അതുപോലെ കാലിന് കുറച്ച് സോഫ്റ്റ് ആയിരിക്കണം, അതിന് കുറച്ച് ഡ്യൂറബിലിറ്റി വേണം, ഒരു 6 മാസം 1 കൊല്ലം ഉപയോഗിക്കാൻ പറ്റണം, മഴ നനഞ്ഞാലും അതിന് കേടുപാടുകൾ വരരുത്, അതുപോലെ തന്നെ നല്ല കളറായിരിക്കണം, പെട്ടെന്ന് ഇടാൻ പറ്റണം. അങ്ങനെ നമുക്ക് കുറച്ച് വാണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം നമ്മളൊരു വില കൊടുത്ത് നമ്മളൊരു ചെരുപ്പ് വാങ്ങി. അപ്പോൾ നമ്മുടെ ഈ വാണ്ടിൽ 2 നമുക്ക് സാറ്റിസ്ഫൈ ആയി. എന്താണ്? പെട്ടെന്ന് ഇടാൻ പറ്റുന്നുണ്ട്, നല്ല കളറുമാണ്. പക്ഷേ അത് കുറച്ച് നാൾ അത് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് കാലിന് അത്ര സോഫ്റ്റ് അല്ല, കുറച്ച് ഹാർഡായിട്ട് നമുക്ക് തോന്നുന്നു, കാലിന് വേദന എടുക്കുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ല. അപ്പോൾ ആ ഒരു കമ്മോഡിറ്റിയുടെ യൂട്ടിലിറ്റി, അതിൻ്റെ വാണ്ട് സാറ്റിസ്ഫൈങ് പവർ കുറവാണ്. അപ്പോൾ യൂട്ടിലിറ്റി കുറയും. മനസ്സിലായല്ലോ? അപ്പോൾ യൂട്ടിലിറ്റി വെച്ച് നമുക്ക് എന്ത് അളക്കാൻ പറ്റും? കൺസ്യൂമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ അളക്കാൻ പറ്റും. എന്താണ് യൂട്ടിലിറ്റി? അത് വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. ആ കമ്മോഡിറ്റിയുടെ വാണ്ട് സാറ്റിസ്ഫൈങ് പവറാണ് അതിൻ്റെ യൂട്ടിലിറ്റി. വി ക്യാൻ മെഷർ ദിസ് യൂട്ടിലിറ്റി ബൈ യൂസിങ് ദ യൂണിറ്റ് ഓഫ് യൂട്ടിൽസ്. അപ്പോൾ നമുക്ക് യൂട്ടിലിറ്റി യൂണിറ്റ് ഓഫ് യൂട്ടിൽസ് വെച്ച് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് മുന്നോട്ട് പഠിക്കാം. അപ്പോൾ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത പുതിയൊരു കാര്യമാണ് യൂട്ടിലിറ്റി. എന്താണ് യൂട്ടിലിറ്റി? വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. എല്ലാ കമ്മോഡിറ്റികൾക്കും വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഒരുപോലല്ല. ചില കമ്മോഡിറ്റികൾക്ക് ഒരാൾക്ക് 4 വാണ്ട്സാണ് ആ സാധനം വാങ്ങിയപ്പം അയാൾക്ക് 4 വാണ്ടാണ് ഉണ്ടായിരുന്നത്. 4 അത് ഫുൾഫിൽ ചെയ്താൽ അതിൻ്റെ യൂട്ടിലിറ്റി ഹൈ ആയിരിക്കും. എന്നാൽ നമ്മളൊരു സാധനം വാങ്ങിയപ്പോൾ നമുക്ക് 4 വാണ്ട്സ് ഉണ്ടായിരുന്നു, 2 സാറ്റിസ്ഫൈ ആയി, 2 സാറ്റിസ്ഫൈ ആയില്ല. അപ്പോൾ അതിൻ്റെ യൂട്ടിലിറ്റി ലോ ആയിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ വി ക്യാൻ മെഷർ ദിസ് യൂട്ടിലിറ്റി ബൈ യൂസിങ് ദ യൂണിറ്റ് ഓഫ് യൂട്ടിൽസ്. ഓക്കെ. ദെൻ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് ഡിഫിക്കൽട്ട് ടു മെഷർ ഓർ ക്വാണ്ടിഫൈഡ്. വൈ? ക്വാണ്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുക. ക്വാണ്ടിറ്റി, അളവ്. അപ്പോൾ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷനെ നമുക്ക് മെഷർ ചെയ്യുക വളരെ ഡിഫിക്കൽട്ടാണ്. ഓൾറെഡി ഐ ടോൾഡ് യു വാട്ട് ഇസ് ദ റീസൺ. Consumer satisfaction is difficult to measure mathematically because it is subjective and depend on each person's mental state.
Alfred Marshall was the first economist to make an attempt to such a quantification. അപ്പോൾ അതിനു മുമ്പുള്ള ആളുകൾ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഒന്നും മെഷർ ചെയ്യാനായിട്ട് പരിശ്രമിച്ചേ ഇല്ല, ഇക്കണോമിസ്റ്റുകളെ. കാരണം അവർക്കറിയായിരുന്നു അത് സബ്ജക്റ്റീവാണ്, അതുപോലെ തന്നെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ ആൻഡ് എ പേഴ്സൺസ് മെൻ്റൽ സ്റ്റേറ്റ്. ബട്ട് ദിസ് ആൽഫ്രഡ് മാർഷൽ, ഹി വാസ് ദി ഇക്കണോമിസ്റ്റ് ഹു ഫസ്റ്റ് അറ്റംപ്റ്റ് ടു quantify or measure consumer satisfaction. Then he formulated a theory, cardinal utility theory. What is cardinal utility theory? Cardinal utility theory states that the satisfaction derived by the consumer through the consumption of goods and services can be quantified by using cardinal numbers. Cardinal utility theory states that the satisfaction derived by the consumer through the consumption of goods and services can be quantified by using cardinal numbers. അതായത് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി പറയുന്നത് ഒരു കൺസ്യൂമർ ഒരു സാധനം ഉപയോഗിക്കുന്നതിലൂടെ അദ്ദേഹത്തിന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കാർഡിനൽ നമ്പേഴ്സ് വെച്ച് അതിനെ അളക്കാൻ പറ്റും, അതിനെ ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് പറ്റും. ചേഞ്ചസ് ഇൻ യൂട്ടിലിറ്റി ക്യാൻ ഇൻഫ്ലുവൻസ് ദ ചോയ്സ് ആൻഡ് കൺസംപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. യൂട്ടിലിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ചോയ്സ് ഓഫ് കൺസംഷനെയും ഗുഡ്സിനെയും സർവീസിനെയും ഒക്കെ അത് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ യൂട്ടിലിറ്റി, ചേഞ്ചസ് ഇൻ യൂട്ടിലിറ്റി ക്യാൻ ഇൻഫ്ലുവൻസ് ദ ചോയ്സ് ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. യൂട്ടിലിറ്റി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഒരു സാധനം നമ്മൾ വാങ്ങണോ വാങ്ങണ്ടയോ, ഒരു ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ അതിൻ്റെ കൺസംഷനും ചോയ്സും ഒക്കെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, യൂട്ടിലിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, അപ്പോൾ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി വെച്ചാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്? കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ മെഷർ ചെയ്യുന്നത്. എങ്ങനെയാണിത് മെഷർ ചെയ്യുക? ബൈ യൂസിങ് കാർഡിനൽ നമ്പേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് രണ്ട് വാക്കുകൾ പറയുന്നുണ്ട്, ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഈ സംഭവം തന്നെ, യൂട്ടിലിറ്റി എന്താണെന്ന് ടീച്ചർ പറഞ്ഞു. വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ, നമ്മൾ തൊട്ടടുത്ത് ഇത് വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ. യൂട്ടിലിറ്റി ഈസ് ദ വാണ്ട് സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. മനസ്സിലായല്ലോ? ഒരു കമ്മോഡിറ്റിക്ക് നമ്മുടെ വാണ്ട്സ് എത്രമാത്രം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നു. ചപ്പലിൻ്റെ ഉദാഹരണം, ചെരുപ്പിൻ്റെ ഉദാഹരണം ടീച്ചർ പറഞ്ഞതാണ്. അപ്പോൾ യൂട്ടിലിറ്റി തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി.